ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാസിൽ ടെക്സ് വ്ളോഗിൻ്റെ മറ്റൊരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് പറഞ്ഞാൽ ഒരു ബലൂൺ ലാമ്പ് മെയ്ഡ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഒരു ഷോ ബൾബ് പോലെ നമ്മളൊരു ബലൂൺ ലാമ്പ് ഇന്ന് മെയ്ഡ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാലൊക്കെ നിങ്ങൾ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് മനസ്സിലാവുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അതിന് തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുക. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ അത് മൊത്തം ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മളിങ്ങനെ 5 ബലൂൺ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. 5 ബലൂൺസ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ അങ്ങനെ ചുറ്റുക. ബലൂൺ എല്ലാത്തിനുള്ളിൽ ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ 5 എണ്ണം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ 5 ബലൂൺ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. 1 2 3 4 5 ബലൂൺ നമ്മൾ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു കപ്പുമ്മ വെച്ചതാണ് ഇപ്പോൾ ഒരു സ്റ്റീലിൻ്റെ കപ്പുമ്മൽ. അപ്പം ഞാൻ ഇത് നല്ല സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ വെയിലത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. നമ്മളിത് വെയിലത്തോ അങ്ങനെ നല്ല ഇതൊന്ന് നല്ലോണം പിടിക്കാൻ വേണ്ടി നമ്മൾ വെയിലത്തിട്ടൊന്ന് കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ 5 എണ്ണം കേട്ടോ, 5 എണ്ണം. നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി. നമ്മൾ വെയിലത്ത് വെച്ചാൽ നമ്മൾ ഈ ബലൂണിൻ്റെ കാര്യം മറന്നുപോയി. അപ്പോൾ ഈ ബലൂൺ എന്താ ഇത് ചെറുതായി ചുരുങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ വേറെ ട്രിക്കിൽ ചെയ്യാൻ വിചാരിച്ചാണ്. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ നമ്മൾ ആ ബലൂണൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക കേട്ടോ. ഇനി നമ്മൾ വേറൊരു ബലൂണ് ആ ഗ്യാപ്പിലേക്ക് നമ്മൾ വേറെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള ബലൂണൊക്കെ ചുരുങ്ങി ചെറുതായി പോയി. നമ്മൾ വെയിലത്താണ് വെച്ചത്, നമ്മൾ ആ കാര്യം മറന്നുപോയി. അപ്പോൾ നമ്മൾ അതിലേക്ക് വേറെ ബലൂൺ വെക്കുകയാണ്. ഇപ്പോഴത്തെ ബലൂണൊക്കെ നമ്മൾ എടുത്ത് ഒഴിവാക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 5 ബലൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ വാങ്ങിയതാണ്. 2 3 4 5. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വിയർപ്പിച്ചിട്ട് വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാத்தைയും നമ്മളിങ്ങനെ എയർ ഫില്ലാക്കി കൊടുക്കണം. ആ ഗ്യാപ്പിൽ നമ്മളൊരു ബലൂൺ ഇറക്കി വെച്ചിട്ട് നമ്മളൊന്ന് എയർ ഫില്ലാക്കി കൊടുക്കുകയാണ്.
5 ബലൂൺസ് നമ്മൾ അതേപോലെ അങ്ങനെ എയർ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. 1 2 3 4 5. നമ്മൾ ആദ്യം ചെയ്ത പ്രോസസ്സ് നമുക്ക് ഒന്നുകൂടി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഫെവിക്കോള് വാട്ടർ മിക്സ് ചെയ്യുക. നമ്മൾ ഈ പ്രോസസ്സ് ഒന്നുകൂടി ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ആ ബലൂണുമൊക്കെ നമ്മൾ ഇതേപോലെ അങ്ങനെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ബലൂണും നമ്മളെ ആ നൂലുണ്ടല്ലോ, കട്ടിയുള്ള നൂല്, അത് രണ്ടും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയാണ്, അതേപോലെ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ആക്കി കൊടുക്കാം. നമ്മൾ ബലൂൺ പൊട്ടി പോയിട്ടാട്ടോ, അല്ലേ ആദ്യത്തെ തന്നെ മതി ചെയ്തു. അപ്പോൾ അങ്ങനെ എല്ലാ ബലൂണിലും നമ്മൾ ഇതേപോലെ അങ്ങനെ ഫെവിക്കോള് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനൊന്ന് ഗോൾഡൻ കളർ പെയിൻ്റ് ഒന്ന് അടിച്ചിട്ടുണ്ട്. കുറച്ച് ഗിൽറ്റും അതിലേക്കൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫർദാൻ എടുത്തോ, ഫർദാൻ അടുത്ത് എൻ്റെ ബാക്ക് പോര്. നമ്മളിപ്പോഴും വെയിലത്ത് നമ്മൾ പുറത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. ആദ്യം പുറത്ത് നല്ല വെയിലത്തായിരുന്നു വെച്ചത്. ഇതിങ്ങനെ വീണുകൊണ്ട് നിൽക്കുക. അപ്പോൾ സെറ്റാക്കാം. അവിടെ ഒന്ന് പിടിക്കുക ഗ്ലാസ്. ഓക്കെ. ഇപ്പം നമ്മളിത് വെയിലില്ലാത്ത സ്ഥലത്ത് നമ്മൾ ഉണങ്ങാൻ വേണ്ടി, നമ്മളൊന്ന് സെറ്റാകാൻ വേണ്ടി വെയിലില്ലാത്ത സ്ഥലത്താണ് വെച്ചത്. ആണല്ലേ, നമ്മൾ പോർച്ചിലാണ് വെച്ചത്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ആ പോർച്ചിൽ നിന്ന് നമ്മൾ ബലൂൺ സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് പൊട്ടിക്കാം. അതായത് നമ്മളിങ്ങനെ ഒന്ന് ട്രാപ്പ് ചെയ്യാം. അതേപോലെ നമുക്ക് അതിലേക്ക് ബൾബ് ബോർഡർ സെറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ബൾബ് ബോർഡർ നമ്മൾ കണക്ഷനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അത് 2 ബൾബ് ബോർഡർ നമ്മൾ ഈ ബൾബൊക്കെ വെച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ബൾബ് വെക്കാൻ പോവാണ്, സെറ്റ് ചെയ്യാൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ 3 അറ്റാച്ച് ചെയ്തിട്ട് കേട്ടോ, ഒന്ന് ഗമ്മിട്ടാണ് ഈ 3 കൂടി ഈ സൈഡിൽ കണ്ടില്ലേ, ഗമ്മിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വയർ കണക്ഷൻ നമ്മളിതാ എല്ലാത്തിൻ്റെ വയർ ബൾബ് ബോർഡിലേക്ക് കണക്ഷൻ കൊടുത്ത് മുകളിലേക്ക് എത്തി. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാ നെഗറ്റീവ് വയറും കൂടിയും ഒന്നിലേക്ക്, എല്ലാത്തിനും ഓരോരോ വയറുണ്ട്, ഏതെങ്കിലും ഒരു വയർ എല്ലാം കൂടി ഒന്നിലേക്ക്, വേറെ ഒരു വയറുണ്ടാവുമല്ലോ, അതിപ്പോൾ നമ്മൾ പോസിറ്റീവ് എല്ലാം കൂടി ഒരു വയറിലേക്കും നെഗറ്റീവ് എല്ലാം കൂടി ഒരു വയറിലേക്കുമാണ് വെച്ചത്. അപ്പോൾ നമ്മൾ അതിലേക്കൊരു 3 പിന്നാണ് എടുത്തത്. 2 പിന്ന് മതി, നമ്മൾ 3 പിന്നാണ് എടുത്തത്. അപ്പോൾ അതിൽ 3 വയറുണ്ടാവുമല്ലോ, അപ്പോൾ നമ്മൾ അതിൽ 2 വയറിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് നെഗറ്റീവിൻ്റെ ഒരു വയറുണ്ടാവുമല്ലോ, അത് നമ്മൾ ഒന്നിലേക്കും, അതുപോലെ പോസിറ്റീവിൻ്റെ ഒരു വയർ നമ്മൾ അതിലേക്ക് കൊടുത്തിട്ട് ഒന്ന് കണക്ഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് ഇൻസുലേഷൻ ചെയ്തെടുക്കണം. കണക്ഷൻ കൊടുത്തിട്ട് ഒന്ന് ഇൻസുലേഷൻ ചെയ്തെടുക്കണം. അതൊന്ന് ഇൻസുലേഷൻ ചെയ്തെടുക്കുകയാണ്. ഇൻസുലേഷൻ ചെയ്യാം.
രണ്ടും ഇൻസ്റ്റലേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നമുക്കൊന്ന് വെറുതെ ഇത് രണ്ടും റെഡും കൂടി ഇൻസ്റ്റലേഷൻ ചെയ്യണം. റെഡും കൂടി ഇൻസ്റ്റലേഷൻ ചെയ്തിട്ട് ഫിനിഷായി. ഇവിടെ ഒന്ന് പ്ലഗ് വെച്ചൊന്ന് വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് വർക്കിംഗ് ആണോ എന്ന് അറിയണമല്ലോ. ഇൻസ്റ്റലേഷൻ നല്ലോണം ചെയ്ത് കൊടുക്കുക. അതേപോലെ നല്ലോണം ചുറ്റി കൊടുക്കണം കേട്ടോ. നല്ലോണം ടാപ്പ് ചെയ്യാം. ഷോട്ട് വന്നാൽ പണി കിട്ടും. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഓണാക്കി വെക്കുകയാണ്. അപ്പോൾ ലൈറ്റ് കത്തുണ്ടോ, വർക്കാണോ നോക്കാം. യെസ്, ഇറ്റ്സ് വർക്കിംഗ് ആണ്. സെറ്റ്. അയ്യവാ. അപ്പോൾ നമ്മൾ പ്ലഗിലേക്ക് ഒന്ന് ഇഞ്ചക്ട് ചെയ്ത് ഒന്ന് ഓണാക്കി നമ്മൾ ടെസ്റ്റ് നോക്കാം. പലത്തിന് ഇപ്പോൾ നമ്മൾ 5 ഉണ്ടല്ലോ, 5 എണ്ണത്തിൻ്റെയും കോഡുകളിലേക്ക് കുത്തിയിട്ട് ഒന്ന് ഓണാക്കാം. ആയി മോനെ പൊളിയല്ല കിട്ടുക. സെറ്റ് മോനെ, രക്ഷയില്ല ഗൈസ്, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ചെയ്യാം. അതേപോലെ വീഡിയോ ആയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യാം. അതേപോലെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യാം. അപ്പോൾ ഇതിന് നല്ല വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.